മുസ്ലിം ലീഗ് നേതാക്കൾ ഒന്നും മിണ്ടുന്നില്ല. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും മുസ്ലിം ലീഗിന്റെ ആധ്യാത്മിക നേതാവുമായ പാണക്കാട് സാദിഖലി തങ്ങളും ഒരക്ഷരം മിണ്ടുന്നില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇടയ്ക്കിടെ മാധ്യമങ്ങളെ കാണാറുണ്ട്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കും എവിടെയും നമുക്ക് കാണാനുമില്ല, കേൾക്കാനുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ആ ചോദ്യത്തിന് ഉത്തരം ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു പ്രസ്താവനയാണ്. KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസ്താവനയാണ്. ഫറൂഖ് കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസ്താവന. നാണക്കേട്, നിന്റെ പേരോ മുസ്ലിം ലീഗ് എന്ന് പറയേണ്ടി വരും. യൂണിറ്റ് കമ്മിറ്റി മുതൽ അഖിലേന്ത്യാ അധ്യക്ഷൻ വരെ മുസ്ലിം ലീഗിനെതിരെ, പാണക്കാട് തങ്ങൾക്കെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിച്ചിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കൾ. എന്താണ് ഫറൂഖ് കോളേജ് യൂണിറ്റിൻ്റെ പ്രസ്താവന? നമുക്കത് വായിക്കാം. KPCC പ്രസിഡന്റിനെ അധിക്ഷേപിച്ച സംഭവം. ഫറൂഖ് കോളേജ് KSU യൂണിറ്റിൻ്റെ ഔദ്യോഗിക പ്രസ്താവന. ഇതാണ് പ്രസ്താവനയുടെ തലക്കെട്ട്. KPCC പ്രസിഡന്റിനെ അധിക്ഷേപിച്ച സംഭവം. ഫറൂഖ് കോളേജിൽ KSU യൂണിറ്റിൻ്റെ ഔദ്യോഗിക പ്രസ്താവന. കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ്. കോൺഗ്രസിനകത്തുള്ള ഏതു തീരുമാനങ്ങളും പൂർണ്ണമായും ജനാധിപത്യപരമായ പ്രക്രിയകളിലൂടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. കേവലം ഒരു കുടുംബമോ നേതാവോ ഒരു പേപ്പർ കഷ്ണം നോക്കി വായിച്ച് അതിന് കൈയടിച്ച് തക്ബീറും വിളിച്ചു പോകുന്ന രീതിയല്ല കോൺഗ്രസിൻ്റേത്. ഗാന്ധി കുടുംബം പോലും പേപ്പർ നോക്കി സ്ഥാനം പ്രഖ്യാപിക്കുന്ന ഏർപ്പാട് ഇല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഏതൊരു വോട്ടർക്കും എന്ന പോലെ MSF പ്രവർത്തകർക്കും അവകാശമുണ്ട്. എന്നാൽ അവകാശം അഭിപ്രായ പ്രകടനത്തിൻ്റെ എല്ലാ പരിധികളും മറികടന്ന് KPCC പ്രസിഡന്റിന് നേരെ MSF പ്രവർത്തകർ നടത്തിയ അധിക്ഷേപ പ്രകടനം അങ്ങേയറ്റം അപലപനീയമാണ്. പ്രവർത്തകർക്കെതിരെ MSF നേതൃത്വം നടപടി എടുക്കണം. KSU ഫറൂഖ് കോളേജ്. ഇതാണ് പ്രസ്താവന. ഇതാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഇതിലൊരു വാചകം വളരെ പ്രധാനപ്പെട്ട വാചകമാണ്. ചെന്ന് തറക്കുന്നത് പാണക്കാട് സാദിഖലി തങ്ങളിലേക്കാണ്, മുസ്ലിം ലീഗ് നേതാക്കളിലേക്കാണ്. പക്ഷേ ഒരു പ്രതികരണവും നടത്തുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കൾ. ഏതാണ് പ്രസ്താവനയിലെ ആ വാക്കുകൾ, ആ വരികൾ എന്നല്ലേ? കേവലം ഒരു കുടുംബമോ നേതാവോ ഒരു പേപ്പർ കഷ്ണം നോക്കി വായിച്ച് അതിന് കൈയടിച്ച് തക്ബീറും വിളിച്ചു പോകുന്ന രീതിയല്ല കോൺഗ്രസിൻ്റേത്. അതാണ് ഏറ്റവും പ്രധാനം. തക്ബീറും വിളിച്ചു പോകുന്ന രീതിയല്ല കോൺഗ്രസിൻ്റേത് എന്ന്. ഒരു പേപ്പർ കഷ്ണം, ഒരു കുടുംബമോ, ഏതാണ് കുടുംബം? പാണക്കാട് കുടുംബം. ഒരു നേതാവോ, ആരാണ് നേതാവ്? പാണക്കാട് സാദിഖലി തങ്ങൾ. ഇവർ ഒരു പേപ്പർ കഷ്ണവും എടുത്ത് വായിച്ച് തക്ബീറും വിളിച്ചു പോകുന്നതല്ല കോൺഗ്രസിന്റെ രീതി എന്ന് പറയുന്നത് KSU നേതാക്കളാണ്. KSUവിൻ്റെ ഫറൂഖ് കോളേജ് യൂണിറ്റ് കമ്മിറ്റി മാത്രമല്ല, KSUവിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനും MSFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു, പ്രതിഷേധിച്ചിരുന്നു. ദില്ലിയിൽ നടന്ന സംഭവമാണ്. ദില്ലിയിൽ VD സതീശൻ വന്നിറങ്ങുന്നു. ഹാരിസ് ബീരാനുണ്ട്, മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ്റെ വീട്ടിലാണ് എല്ലാ ആസൂത്രണവും നടന്നത്. VD സതീശൻ ദില്ലിയിലേക്ക് വരുന്നു. വലിയ സ്വീകരണം നൽകണം. KSUക്കാർ ഏതായാലും തയ്യാറാകില്ല. അപ്പോൾ ആരാണ് തയ്യാറാകേണ്ടത്? MSFകാരാണ്. അങ്ങനെ ഹാരിസ് ബീരാൻ ദില്ലിയിലെ MS പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നു. അവരെ വാഹനം അയച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് ഭക്ഷണവും മറ്റു സൗകര്യവും ഒക്കെ കൊടുത്ത് അവിടെ ഇരുത്തുന്നു. VD സതീശൻ വരുന്ന സമയത്ത് അവരെ അങ്ങോട്ട് വിട്ട് VD സതീശന് മുദ്രാവാക്യം വിളിക്കുന്നു. കേരളത്തിലെ ജനകീയ നേതാവ് VD സതീശനാണ്, കേരളം നയിക്കേണ്ടത് VD സതീശനാണ്. ഇതൊക്കെയായിരുന്നു മുദ്രാവാക്യം. അത് കഴിഞ്ഞ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. VD സതീശനല്ലാതെ മറ്റൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പാടില്ല. ഇതായിരുന്നു ഓരോ MSF പ്രവർത്തകരും പറഞ്ഞത്. പക്ഷേ MSF സിന്ദാബാദ് എന്ന് വിളിച്ചില്ല. യുവജനങ്ങൾ, ജൻസി ഇതാ VD സതീശന് വേണ്ടി രംഗത്തിറങ്ങുന്നു. ഇതായിരുന്നു പ്രചാരണത്തിൻ്റെ ലക്ഷ്യവും. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടത്തേക്ക് തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വരുന്നത്. അപ്പോഴാണ് MSF പ്രവർത്തകർ നീലക്കുറുക്കൻ്റെ സ്വഭാവം പുറത്തെടുത്തത്. അറിയാതെ വിളിച്ചുപോയി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ 4 മുദ്രാവാക്യം. സണ്ണി ജോസഫ് KC വേണുഗോപാലിനെയാണ് പിന്തുണച്ചത് മുഖ്യമന്ത്രിയാകാൻ. അതിൻ്റെ രേഖകൾ പുറത്തു വന്നതാണ്. അതും കൂടി മനസ്സിലുണ്ട് MSF പ്രവർത്തകരുടെ. അതെല്ലാം മനസ്സിൽ വെച്ചാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ
KPCC പ്രസിഡന്റ് ഇനി മത്സരിച്ചാൽ ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു MSS പ്രവർത്തകർ. അതിനെതിരെയാണ് ഫറൂഖ് കോളേജ് യൂണിറ്റ് കമ്മിറ്റി പ്രതിഷേധിച്ചത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം മിണ്ടുന്നില്ല. എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങൾക്കെതിരെ, മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ മാത്യു കോഴിനാടൻ തുടങ്ങി വെച്ച വിമർശനം KSU ഏറ്റെടുക്കുന്നു, KSUവിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഏറ്റെടുക്കുന്നു. ഒരക്ഷരം പറയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആരും. ഇനിയിപ്പോൾ പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പോകട്ടെ, അവർ പറയേണ്ട. MSFിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കളില്ലേ, അവർക്ക് പ്രതികരിക്കാലോ, അവരും മിണ്ടുന്നില്ല. പേടിച്ചു പോയി മുസ്ലിം ലീഗ് എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങളില്ലെങ്കിലും, എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും കോൺഗ്രസിന് ഭരിക്കാൻ കഴിയും. ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. മുസ്ലിം ലീഗിനെ ആർക്ക് വേണം? ഈ ചോദ്യമാണ് ഇപ്പോൾ MSF പ്രവർത്തകർ മുതൽ കോൺഗ്രസ് നേതാക്കൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഫറൂഖ് കോളേജിലെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് മുതൽ KSUവിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ വരെയും മാത്യു കോഴിനാടനും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും. പക്ഷേ മിണ്ടാൻ കഴിയില്ല. മിണ്ടിയാൽ പോയിക്കോ എന്ന് പറയും, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയും. 10 വർഷം കാത്തിരുന്ന് കിട്ടിയ ഭരണമാണ്, അത് കളയണ്ട. എല്ലാ ആട്ടും തുപ്പുമേറ്റ് കോൺഗ്രസിൻ്റെ കൂടെ തന്നെ UDFിൽ തന്നെ നിൽക്കാം. ഇതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിലപാട്.